ഓണവിപണി ലക്ഷ്യമിട്ട് വയനാട് വെണ്ണിയോട് കർഷകർ നടത്തിയ വാഴകൃഷി വെള്ളം കയറിയതിനെ തുടർന്ന് പൂർണ്ണമായും നശിച്ചു. മൂപ്പെത്തുന്നതിന് മുൻപ് കൃഷി നശിച്ചതിനാൽ കർഷകർക്ക് വാഴക്കുലകൾ വിൽക്കാനാകുന്നില്ല. വെള്ളം കയറിയതിനാൽ കാപ്പി കൃഷിയും നശിച്ചിരിക്കുന്ന സാഹചര്യമാണുള്ളത്. ഒരു വാഴയ്ക്ക് 200 രൂപ മുടക്കിയാണ് കർഷകർ കൃഷി ചെയ്യുന്നത്. 2000 വാഴകളാണ് വയനാട് ജില്ലയിൽ ഏറ്റവും കൂടുതൽ വാഴകൃഷി നടത്തുന്ന വെണ്ണിയോട് ഭാഗത്ത് നട്ടത്. മഴ ശക്തമായി പെയ്തതോടെ ഇവിടങ്ങളിൽ വെള്ളം കയറി. ഓണവിപണി ലക്ഷ്യമിട്ട് കൃഷി ചെയ്ത വാഴകൾ മുഴുവൻ നശിച്ചു. ചില വാഴകൾ കുലച്ചെങ്കിലും മൂപ്പെത്തുന്നതിന് മുൻപ് വെള്ളം കയറിയതിനാൽ അത് വിൽപ്പന നടത്തിയാലും കർഷകർക്ക് ഒന്നും കിട്ടില്ല. കുറേ കൃഷികളുണ്ട് ഇവിടെ, അതൊക്കെ ഈ വെള്ളത്തിൽ നശിച്ചു. അല്ല അങ്ങോട്ട് തീറ്റക്കിൽ പശു കൃഷിയുടെ പുല്ലുകളുണ്ട്. കുറേ വാഴ കൃഷിയാണ് ഏറ്റവും കൂടുതൽ പോയിരിക്കുന്നത്. പിന്നെ ഈ ഭാഗത്ത് കാപ്പി കൃഷിയുണ്ട്, കാപ്പിയുണ്ട് കുറേ വെള്ളത്തിലായിരിക്കുന്നത്. പിന്നെ മൊത്തത്തിൽ കൃഷിക്കാർ ബുദ്ധിമുട്ടിലാണുള്ളത് ആകെ സാമ്പത്തികമായിട്ട്. കൊലയ്ക്കിപ്പം വില കൂടി വന്ന സമയമായിരുന്നു, പക്ഷേ അത് കൃഷിക്കാരന് ഉപയോഗിക്കാൻ പറ്റാത്തൊരു സമയമായിട്ടുണ്ട്. ഇതിപ്പോൾ വെള്ളം കയറി അതിപ്പോൾ ഇലയൊക്കെ പഴുത്ത് മൂത്ത് കിട്ടൂല, അത് മൂക്കാണ്ട് ഇതായി പോവുകയുള്ളത്. ഈ ഭാഗത്ത് ഏക്കർ കുറേ വെള്ളം കയറി കിടക്കുന്ന സ്ഥലങ്ങളൊരു 10-25 ഹെക്ടറോളം സ്ഥലം വരും മൊത്തത്തിൽ. കാപ്പി കർഷകരുടെ സ്ഥിതിയും വ്യത്യസ്തമല്ല. കാപ്പിക്ക് നല്ല വില ലഭിക്കുന്ന സമയമാണിപ്പോൾ. വെള്ളം കയറിയതോടെ കാപ്പിക്കുരു അടർന്നു വീഴാൻ തുടങ്ങി. ഇതോടെ കാപ്പി കർഷകരും ദുരിതത്തിലാണ്. തോട്ടിൽ വെള്ളം കയറി കഴിഞ്ഞാൽ കാപ്പിക്കുരു മുഴുവൻ ആദായം മുഴുവൻ ഈ വർഷത്തെ നഷ്ടപ്പെടാനുള്ള സാധ്യതയാണുള്ളത്. എന്തായാലും ഇപ്പം ഒരു 10-40% കാപ്പി കുരു ഇപ്പം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഈയത്തെ വെള്ളം കയറില്ല. കാരണം കാപ്പീൻ്റെ ചുവട്ട് വെള്ളം എന്ന് കഴിഞ്ഞാൽ കാപ്പി കുരു പൊഴിഞ്ഞു പോകും. ഈ വർഷം ഇപ്പം വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ വില ഉണ്ടായിരുന്നു. വെള്ളം കയറിയതിനെ തുടർന്ന് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ വ്യാപക കൃഷിനാശമാണ് ഉണ്ടായത്. ന്യൂസ് മലയാളം, വയനാട്.